Yeah, okay. Good evening, all of you. And എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Can I get a confirmation from you all? You can type in the chat option. If I am correct, clearly audible and visible, can you please type yes? Okay. And okay, Muhammad Abdus Salim Malik KP Jishnu, yes. Okay, Sharlin Jacob, yes. Okay, Pragya Rajiv, yes. And Ajna V, yes. Archana Sunil, yes. Okay. Okay, then let us start. And in today's session, we are dealing with how to prepare for the civil services examination, or obviously, how to prepare. Everybody talks on how to prepare. എല്ലാവരും സ്വാഭാവികമായിട്ടും സംസാരിക്കുന്ന ഒരു വിഷയമാണ് സിവിൽ സർവീസ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അതിനപ്പുറത്തേക്ക് ഒരുപാട് പേര് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഹൗ ടു ക്വാളിഫൈ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെ ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ദ സിവിൽ സർവീസസ് എക്സാമിനേഷൻ, അതിന് വേണ്ട സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ അതല്ലെങ്കിൽ ഒരു സയന്റിഫിക് പ്രിപ്പറേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. അപ്പോൾ ഈ ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് അറിയാൻ വേണ്ടി നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു പോൾ ചോദിക്കുക. എല്ലാവരും അതിന് ആൻസർ ചെയ്യാം. ആൻഡ് ഐ വാണ്ട് ടു നോ വാട്ട് ഈസ് യുവർ പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് സിവിൽ സർവീസസ് പ്രിപ്പറേഷൻ. നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. അതിൽ ഏതാണോ കറക്റ്റായ ആൻസർ നിങ്ങൾക്ക് കറക്റ്റായ ആൻസർ ചെയ്യാം. ഒന്ന്, ഐ ആം എ ബിഗിനർ. രണ്ടാമത്തേത്, ഐ ഹാവ് ആൾറെഡി സ്റ്റാർട്ടഡ് ദ പ്രിപ്പറേഷൻ ബട്ട് ഡിഡ് നോട്ട് ക്വാളിഫൈ ദ പ്രിലിംസ് സോ ഫാർ. പ്രിലിംസ് ഇതുവരെ ക്വാളിഫൈ ചെയ്തിട്ടില്ല. മൂന്നാമത്തേത്, ഐ ഹാവ് ആൾറെഡി ക്വാളിഫൈഡ് ദ പ്രിലിംസ്. നാലാമത്തേത്, ഐ ഹാവ് ആൾറെഡി ക്വാളിഫൈഡ് ദ മെയിൻസ് എക്സാമിനേഷൻ. ഓക്കെ, 18 പേരാണ് പാർട്ടിസിപ്പൻസ് ഉള്ളത്. അതിൽ 8 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്, 9 പേര് ആൻസർ ചെയ്തു. ബാക്കി എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്ത് നമുക്കിത് സമയം വേസ്റ്റ് ആക്കാതെ മുന്നോട്ട് പോവാം. 64% പേര്, 70% പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഒരു 3 പേരും കൂടി ആൻസർ ചെയ്യാൻ ബാക്കിയുള്ളൂ. ഓക്കെ, 82%. ലാസ്റ്റ് 3%, 3 ആളുകൾ ആൻസർ ചെയ്യാണ്ട് അവർ ആൻസർ ചെയ്താൽ പെട്ടെന്ന്, 2 ആളും കൂടി ആൻസർ ചെയ്യാണ്ട് അവർ ആൻസർ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാനൊരു 5 സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്യാം ഈ 2 ആളുകൾക്ക് വേണ്ടി. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും 73% പേരും ആൻസർ ചെയ്തത് ഐ ആം എ ബിഗിനർ. നിങ്ങൾ തുടങ്ങാണ് പ്രിപ്പയർ ചെയ്യാൻ. 27% ആളുകൾ ആൻസർ ചെയ്തിട്ടുള്ളത് ഐ ഹാവ് ആൾറെഡി സ്റ്റാർട്ടഡ് ദ പ്രിപ്പറേഷൻ ബട്ട് ഡിഡ് നോട്ട് ക്വാളിഫൈ ദ പ്രിലിംസ് സോ ഫാർ. എന്ന് വെച്ചാൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ആരും ഈ സെഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ, ഇന്നത്തെ ക്ലാസ് ഓർഗനൈസ് ചെയ്യാം. ഒരു ബിഗിനർ അല്ലെങ്കിൽ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാത്ത ഒരാൾ അടുത്ത വർഷം 2027 എങ്ങനെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം, 2027 പ്രിലിംസ് മാത്രമല്ല അതിനുശേഷം മെയിൻസും ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ക്വാളിഫൈ ചെയ്യാം എന്നത് അടുത്ത 2-3 സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് എങ്ങനെ ഹൗ ടു ഫോക്കസ് ഓൺ ദ പ്രിലിംസ് ആൻഡ് ക്വാളിഫൈ ദ പ്രിലിംസ് എക്സാമിനേഷൻ. പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഹൗ ടു സൈമുൾട്ടേനിയസ്ലി പ്രിപ്പയർ ഫോർ ദ മെയിൻസ് എക്സാമിനേഷൻ ആസ് വെൽ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയൊരു ധാരണ ഉണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ ഒരു അനലൈസിസ്, എങ്ങനെ പ്രിലിംസിന് പഠിക്കണം, എങ്ങനെ മെയിൻസിന് പഠിക്കണം എന്ന വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു അനലൈസിസ് ഞങ്ങൾക്ക് തരാം. ഒന്നാമത്തേത്, എക്സാം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് 3 സ്റ്റേജാണ്: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഈ പ്രിലിംസിലാണെങ്കിൽ ആൻഡ് യു ഹാവ് 2 പേപ്പേഴ്സ്. ഒന്നാമത്തേത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പ്രിലിംസിൽ GS1. ഈ GS1 ആണ് കോമ്പറ്റേറ്റീവ് പേപ്പർ. നമുക്ക് ശരിക്കും മാർക്ക് നേടി കോമ്പറ്റീഷനിൽ വന്ന് നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന പേപ്പർ പ്രിലിംസ് ആണ്. ഈ GS1 നമുക്ക് 7 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ഒന്ന് ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമി, ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചർ എല്ലാം കൂടി 4ാമത്തെ ടോപ്പിക്കായിട്ട് എൻവിറോൺമെന്റ്, എക്കോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, കറന്റ് അഫയേഴ്സ്. ഈ 7 ടോപ്പിക്കാണ്, 7 സബ്ജക്റ്റുകളാണ് പ്രിലിംസിലെ GS1 നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തേത് CSAT. GS2 അല്ലെങ്കിൽ CSAT എന്ന് പറയുന്ന പേപ്പർ. ഈ CSATൽ കോംപ്രഹെൻഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ഇംഗ്ലീഷ് പാസേജ് തന്ന് അത് വായിച്ച് താഴെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ആൻസർ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ നേരെ മുന്നിൽ പാരഗ്രാഫിൽ ഉണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യുക. അതാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. റീസണിങ്, മെന്റൽ അബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതല്ലെങ്കിൽ മാത്തമാറ്റിക്സ്.
ചെറിയ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ വീക്കായ ആളുകൾ പേടിക്കണ്ട. മാത്സിന്റെ വളരെ ബേസിക് ആയ മാത്സ് മാത്രമേ സി സാറ്റിലുള്ളൂ. അപ്പൊ ഇതാണ് GS1 പേപ്പർ, സി സാറ്റ് പേപ്പർ. ഈ സി സാറ്റ് പേപ്പർ അതൊരു ക്വാളിഫയർ പേപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. സി സാറ്റിൽ 2 പേപ്പറിലും 200-ലാണ് മാർക്ക്. ഈ സി സാറ്റ് പേപ്പറിൽ 200-ൽ എത്ര മാർക്ക് കിട്ടിയാലാ ക്വാളിഫൈ ചെയ്യാം? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? സി സാറ്റിൽ 200-ൽ എത്ര? അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ 66. രോഹിണി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 66 മാർക്ക് കിട്ടിയവരാണ് സി സാറ്റിൽ ക്വാളിഫൈ ചെയ്യുന്നത്. ഇനി GS പേപ്പർ, GS എടുക്കുകയാണെങ്കിൽ GS-ൽ ഇപ്പോൾ നമുക്ക് ഏകദേശം പ്രിലിംസിന്, UPSC പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, UPSC സിവിൽ സർവീസിന്റെ പ്രിലിംസിന് 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അപ്ലിക്കേഷൻ കൊടുക്കും. ഈ 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അപ്ലിക്കേഷൻ കൊടുത്തതിൽ നിങ്ങൾ എക്സാമിന് പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതിന് മുമ്പ് പ്രിലിംസ് അപ്പിയർ ചെയ്തിട്ടുണ്ടോ? ഈ 2026-ലെ പ്രിലിംസ് അപ്പിയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? യെസ്, യു ക്യാൻ കമന്റ് യെസ് ഇൻ ദ ചാറ്റ് ഓപ്ഷൻ, ഓർ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ടെൽ യെസ്. ആരുമില്ല. അപ്പിയർ ചെയ്ത ആളുകൾക്ക് അറിയാം. നമ്മൾ ഓക്കെ, അശ്വിൻ പറയുന്ന അപ്പിയർ ചെയ്തിട്ടുണ്ട്. അശ്വിൻ അറിയായിരിക്കും. നമ്മൾ എക്സാമിന് പോയാൽ അവിടെ ക്ലാസ്സിൽ മിക്കവാറും 50% സീറ്റിലും ആബ്സെന്റ് ആയിരിക്കും സ്റ്റുഡൻസ്, അല്ലേ അശ്വിൻ? ഒരു മറ്റേ ക്ലാസ്സിൽ ഒരു 30-40 പേര് എക്സാമിന് ഉണ്ടെങ്കിൽ അത് 20 പേരൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ 10 ലക്ഷം ആളുകൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 5 ലക്ഷം പേരാണ് അപ്പിയർ ചെയ്യുന്നത്. ഈ 5 ലക്ഷം പേരിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എത്ര പേരുണ്ടാവും? ഡൽഹിയിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിൽ തൃശ്ശൂരോ മറ്റു സ്ഥലങ്ങളിൽ, പിന്നെ ആൾ ഓവർ ഇന്ത്യ കോച്ചിങ് സെന്ററിലൊക്കെ പോയി നന്നായി പഠിച്ച് കൃത്യമായി, നമുക്ക് പലപ്പോഴും നമ്മൾ പല ഇന്റർവ്യൂവിലും കേട്ടിട്ടുണ്ടാകും 15-16 മണിക്കൂറൊക്കെ ദിവസം പഠിക്കാറുണ്ട്. അതൊന്നും വേണ്ട. ഒരു 6-7 മണിക്കൂർ ദിവസവും മുടങ്ങാതെ 6 to 7 hours പഠിച്ച് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് വരുന്ന എത്ര പേരുണ്ടാവും? മാക്സിമം 1 ലക്ഷം പേരുണ്ടാവും. ബാക്കി 5 ലക്ഷത്തിൽ 4 ലക്ഷം ആളുകളും ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു, ഒന്ന് പോയി അപ്പിയർ ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റോടെ നിൽക്കുന്ന ആളുകളാണ്. ഈ 1 ലക്ഷം ആളുകളിൽ 14,000 പേരാണ്, 14 to 15, 14 to 15,000 ആളുകളാണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 1000 വേക്കൻസി ഉണ്ടെങ്കിൽ UPSC പറയുന്നത് 12 to 15 ടൈംസ് ഓഫ് ദ നമ്പർ ഓഫ് വേക്കൻസി. നമ്പർ ഓഫ് വേക്കൻസി 1000 ആണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 12, മാക്സിമം അപ് ടു 15. അപ്പോൾ നമുക്ക് മാക്സിമം പിടിച്ചാൽ 15,000 പേരാണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നത്. ഈ 15,000 പേരിൽ ഇനി അടുത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, അതിൽ 66 സി സാറ്റിൽ നിങ്ങൾക്ക് 66 മാർക്ക് കിട്ടണം 200-ൽ. ഈ 66 മാർക്ക് കഴിഞ്ഞിട്ട് GS പേപ്പറിൽ ഈ 15,000 ടോപ്പ് വരുന്ന, റിസർവേഷനൊക്കെ ഉണ്ട്, കാരണം OBCക്ക് അല്പം കുറച്ച് മാർക്ക് കുറവായിരിക്കും, SC STക്കും എക്കണോമിക്കലി EWSനൊക്കെ മാർക്സ് കുറവ് മതി, എന്നാലും ക്വാളിഫൈ ചെയ്യും. എന്നാലും GS-ൽ 200 മാർക്കിൽ, 200 മാർക്കാണ് GS-ലെയും ടോട്ടൽ മാർക്ക്. ഈ GS-ലെ 200 മാർക്കിൽ സി സാറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളിൽ നിന്നും, സി സാറ്റിൽ ആൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയി. അയാൾക്ക് ഇനി GS1-ൽ 200-ൽ 200 കിട്ടിയാലും സിവിൽ സർവീസിന് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ സി സാറ്റ് ക്വാളിഫൈ ചെയ്തു. പിന്നെ GS പേപ്പറിൽ 200-ൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 15,000 ആളുകൾ, ഈ 5 ലക്ഷം അപ്പിയർ ചെയ്ത ആളുകളിൽ നിന്നും 200 മാർക്കിൽ ഏറ്റവും ടോപ്പ് വരുന്ന 15,000 റാങ്ക് കിട്ടിയ ആളുകൾ, ഇൻക്ലൂഡിംഗ് റിസർവേഷൻ, ദേ വിൽ ക്വാളിഫൈ ദ പ്രിലിംസ് എക്സാമിനേഷൻ. ഇനി നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇത് ഭയങ്കര ടഫ് എക്സാം ആണ്. 200-ൽ എത്ര മാർക്ക് കിട്ടിയ ആളുകളായിരിക്കും നോർമലി ക്വാളിഫൈ ചെയ്യുന്നത്? കട്ട് ഓഫ് മാർക്ക്, അല്ലെങ്കിൽ 200-ൽ എത്ര മാർക്ക് ആയിരിക്കും ഈ കട്ട് ഓഫ് മാർക്കായി വരുന്നത്? ഏകദേശം ഒരു ധാരണ. ക്യാൻ യു ടൈപ്പ് സംതിങ്? ക്യാൻ യു ടൈപ്പ് എ ഗസ്? ഇഫ് യു നോ യു ക്യാൻ ടൈപ്പ് ദ എക്സാക്ട് ആൻസർ. കഴിഞ്ഞ 2025-ലെ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് 200-ൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? മിനിമം എത്ര മാർക്ക് വേണം GS പേപ്പറിൽ? ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. നമുക്കൊരു ക്ലാസ് ഒരു വൺ സൈഡഡ് ക്ലാസ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് പകരം യു ആൾസോ സ്പീക്ക് സംടൈംസ്. രേഷ്മ പറയുന്നത് 85 to 92. വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? എത്ര മാർക്ക് വേണം? രേഷ്മ N പറയുന്നു 85, അശ്വിൻ പറയുന്നു 90, ആൻഡ് അധീന 90, ജിഷ്ണു S 90+, രോഹിണി ചന്ദ്രൻ പറയുന്നു 100. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് UPSCയുടെ വെബ്സൈറ്റിൽ ഒന്ന് നോക്കാം.
UPSC വെബ്സൈറ്റിൽ നോക്കിയിട്ട് എത്ര മാർക്കാണ് കഴിഞ്ഞ വർഷം ആൻഡ് UPSC പ്രിലിംസിന്റെ കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് UPSC വെബ്സൈറ്റിൽ ഒഫീഷ്യലി കൊടുത്തിട്ടുണ്ടാവും. ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കട്ട് ഓഫ് മാർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാർക്ക് കൃത്യമായിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണം എന്നുള്ളത്. എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ. upsc.gov.in നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ ആൻഡ് സോറി ഞാൻ നേരത്തെ തുറന്നു വെച്ചെന്തോ UPSCയുടെ വെബ്സൈറ്റിൽ പോയി എക്സാംസ് കട്ട് ഓഫ് മാർക്സ് എടുക്കാം. ഈ കട്ട് ഓഫ് മാർക്കിൽ 2025 കട്ട് ഓഫ് മാർക്സ് ആണ്. ആൻഡ് അതിൽ നമുക്ക് നോക്കാം കമ്പൈൻ സിവിൽ സർവീസസ് എക്സാമിനേഷൻ 2025. നിങ്ങളത് കണ്ടോ? 2025 പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ആളുകളുടെ മാർക്കാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ആൻഡ് പ്രിലിംസ് 92.66 മാർക്ക് കിട്ടിയ ജനറൽ കാറ്റഗറിയിലെ എല്ലാവരും ക്വാളിഫൈ ചെയ്തതിന് മുകളിലുണ്ട്. എന്ന് വെച്ചാൽ 92.66 ഔട്ട് ഓഫ് ഹൗ മച്ച്? ഔട്ട് ഓഫ് 200 മാർക്ക്, 200 മാർക്കിൽ 92.66 മാർക്ക് കിട്ടിയവർ. EWS ആണെങ്കിൽ അത് താഴേക്ക് വന്നു വീണ്ടും 89.34. OBC ആണെങ്കിൽ 92 മാർക്സ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ 84 മാർക്സ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെങ്കിൽ 82 മാർക്സ്. ഇത് പിന്നെ ഫിസിക്കലി ഡിസാബിൾഡ് ആയ ആളുകളുടെ വ്യത്യസ്ത കാറ്റഗറികളാണ്. ഞാൻ പറഞ്ഞു വന്നത് ആൻഡ് ജനറലി ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് മുതൽ ജനറൽ കാറ്റഗറി വരെ നോക്കുകയാണെങ്കിൽ 92.66 മാക്സിമം. അതിന് താഴേക്ക് 82.66 വരെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് മാർക്കിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു എക്സാമിൽ 2 പേപ്പറാണുള്ളത്, പ്രിലിംസ് എക്സാം. ഞാൻ പ്രിലിംസ് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിംസ് എക്സാമിൽ 2 പേപ്പറാണുള്ളത്. ഈ 2 പേപ്പറിൽ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് വേണ്ടത് 66 മാർക്ക് 200-ൽ. മറ്റൊരു പേപ്പറിൽ നിങ്ങൾക്ക് വേണ്ടത് 93 മാർക്ക് 200-ൽ മാക്സിമം. ഈ വർഷത്തെ എക്സാം ഒന്നുകൂടി ടഫായിരുന്നു 2026-ലെ. അതുകൊണ്ട് കട്ട് ഓഫ് വീണ്ടും താഴേക്ക് വരാനാണ് സാധ്യത. എന്തായാലും 93 ഔട്ട് ഓഫ് 200. ഇനി നിങ്ങൾ പറയൂ, ഈ ഒരു എക്സാം എത്ര ടഫായിക്കോട്ടെ, എത്ര വലിയ സിലബസ് ഉണ്ടെങ്കിലും, കാരണം നമുക്ക് സിലബസിന്റെ പുറത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ വളരെ റയറസ്റ്റ് ഓഫ് റയർ ആണ് എക്സാമിൽ. സിലബസിനകത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു എക്സാമിൽ 2 പേപ്പർ ഉണ്ട്. ഒരു പേപ്പറിൽ 66 ഔട്ട് ഓഫ് 200, രണ്ടാമത്തെ പേപ്പറിൽ 93 ഔട്ട് ഓഫ് 200. ഇത് ക്വാളിഫൈ ചെയ്ത് സെക്യൂർ ചെയ്യാന്നുള്ളത് ആർക്കെങ്കിലും ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? പോസിബിൾ ആണോ അല്ലേ? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. നമുക്ക് പിന്നെ പോസിബിൾ ആണോ, നിങ്ങൾക്ക് പോസിബിൾ ആണോ അല്ലേ? ആൻഡ് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് P എന്ന് ടൈപ്പ് ചെയ്യാം. ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ I എന്ന് ടൈപ്പ് ചെയ്യാം. ഒരു എക്സാമിൽ നമ്മൾ നന്നായി പഠിക്കുകയാണെങ്കിൽ, സിലബസ് ഒക്കെ നന്നായി കവർ ചെയ്യുകയാണെങ്കിൽ, ജിഷ്ണു പറയുന്നു പോസിബിൾ, ആൻഡ് കിരൺ കുഞ്ഞുമോൻ പറയുന്നു പോസിബിൾ. ആരും ഇമ്പോസിബിൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആൻഡ് കമറുന്നിസ KM പോസിബിൾ, ആൻഡ് അർച്ചന സുനിൽ പോസിബിൾ, അഞ്ജനി KM B means possible, maybe P, and Ashwin PB possible, Rohini Chandran possible, and Christina Johnny possible, Shirley Jacob, and Adhina, Shilpa Krishnan, Muhammad Abdussalim Malik, and Anjani P, and Ajna P. എല്ലാവരും പറയുന്നത് പോസിബിൾ ആണെന്നുള്ളതാണ്. ഇനി ഓൺലി വാട്ട് വി നീഡ് ടു നോ, വാട്ട് ഈസ് ദ വേ ടു മേക്ക് ഇറ്റ് പോസിബിൾ. നമുക്ക് എല്ലാവർക്കും പോസിബിൾ ആണെന്ന് അറിയാം, പക്ഷേ വേറൊരു കാര്യമുണ്ട്. 1,00,000 ആളുകൾ സീരിയസ് ആയി പഠിക്കുന്നതിൽ 85,000 ഒരു വർഷം പോസിബിൾ അല്ലാതാവുന്നുണ്ട്. അതുകൊണ്ട് ഹൗ ടു ബി എമംഗ് ദ ടോപ്പ് 15,000 ഹു ക്വാളിഫൈ ദ പ്രിലിംസ് എക്സാമിനേഷൻ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പ്രിലിംസ് എക്സാം, രണ്ടാമത്തേത് മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് നമുക്ക് വിശദമായി പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇന്റർവ്യൂ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇൻ ദ എൻഡ് ഓഫ് ദ സെഷൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ UPSC ഇന്റർവ്യൂ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇനി അടുത്തത് ഫസ്റ്റ് ടോപ്പിക്, ഡു യു നീഡ് ടു സ്റ്റഡി ഫോർ 10 to 15 hours ഇൻ എ ഡേ? ഇതിൽ എത്ര പേർക്ക് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം തുടർച്ചയായി എല്ലാ ദിവസവും 10-15 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്? ആർക്കെങ്കിലും പോസിബിൾ ആണ്? ഒരു വർഷം മുടങ്ങാതെ ആൻഡ് മിക്കവാറും 90% ദിവസവും, മിക്കവാറും ദിവസങ്ങൾ ഒരു വർഷം ഞാൻ 10 to 15 hours 10 to 15 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിക്കുക എന്നുള്ളത് ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? അഗെയിൻ ഇമ്പോസിബിൾ ആണെങ്കിൽ I ടൈപ്പ് ചെയ്യുക. നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി.
ആൻഡ് പോസിബിൾ ആണെങ്കിൽ പി ടൈപ്പ് ചെയ്യാം. ആർക്കൊക്കെയാണ്? കമറിൻ നിസ പറയുന്നു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അശ്വിൻ പറയുന്നു ഇമ്പോസിബിൾ, ആൻഡ് ശില്പ, ക്രിസ്ത്യാൻ എല്ലാവരും പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഞാനും പറയുന്നു ഇമ്പോസിബിൾ ആണ്. ഞാൻ UPSC സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. UPSCയുടെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, മെയിൻസ് ക്വാളിഫൈ ചെയ്തു, ഇന്റർവ്യൂ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആൻഡ് 2012 ഇന്റർവ്യൂ അപ്പിയർ ചെയ്തു. ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനും മെയിൻസ് ക്വാളിഫൈ ചെയ്യാനും ഇന്റർവ്യൂ വരെ എത്താനും ഞാൻ ഒരു ദിവസം പോലും 14-15 മണിക്കൂറൊന്നും പഠിച്ചിട്ടില്ല. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് സയന്റിഫിക് ആയി നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയി സയന്റിഫിക് ആയിട്ട് 5 to 6 hours ഇൻ എ ഡേ. ഇനി പറയൂ, 5 to 6 hours പോസിബിൾ ആണോ? അല്ലേ? ദിവസവും 5-6 മണി, 24 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ ഉറങ്ങാം, 5-6 മണിക്കൂർ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കൊടുക്കുക. ബാക്കി സമയം വാട്ട് എവർ യു വിഷ് ടു ഡു. നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണമെങ്കിൽ അങ്ങനെ, ഒരു മൂവി കാണണമെങ്കിൽ അങ്ങനെ, കറങ്ങാൻ പോകണമെങ്കിൽ അങ്ങനെ, ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെ, എന്തും ചെയ്യാം. ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? യെസ്, അത് പോസിബിൾ ആണ്. പക്ഷെ അത് ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ അതിൻ്റെതായ സയന്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് നമ്മൾ എന്താണോ പഠിക്കേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായി അനലൈസ് ചെയ്ത് ഫോക്കസ്ഡ് ആയ സ്റ്റഡി ആയിരിക്കണം. ഒരുപാട് കിട്ടുന്ന എല്ലാം വായിക്കാം. നിങ്ങളൊന്ന് ഗൂഗിളിൽ കയറി അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ കയറി സെർച്ച് ചെയ്തിട്ട് UPSC മെറ്റീരിയൽ ഇത്ര കട്ടിയുള്ള വളരെ ഗൈഡുകൾ വരും. അതുപോലെ തന്നെ ചില ആളുകൾ 10-30 പുസ്തകങ്ങൾ ഒന്നിച്ചു തരും. ചില ഡൽഹിയിലെ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പുകൾ നിങ്ങൾക്ക് ഒരുപാട് പേജുകൾ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് പൈസ കൊടുത്ത് അയച്ചു തരും. ഇതൊന്നുമല്ല കൃത്യമായ പഠനം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ ഒരു മാർക്കറ്റാണ്. അത് ബുക്സ് സെല് ചെയ്യാനുള്ള, ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പുകൾ അവർക്ക് ഫോട്ടോസ്റ്റാറ്റിന്റെ പേപ്പർ സെല് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനുള്ളൊരു മാർക്കറ്റാണ്. അതിനപ്പുറം എന്താണ് ഈ എക്സാം എന്ന് മനസ്സിലാക്കി കൃത്യമായി അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കി, സ്റ്റഡി പ്ലാൻ വേണം. ആ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണ്ട, ഞാൻ ഈ എക്സാമിന് ഞാൻ ഏത് ചാപ്റ്റർ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഐ ഷുഡ് ഡിസൈഡ്. അല്ലെങ്കിൽ experienced people should guide you on which chapters you have to study from Indian polity of Lakshmikant. Lakshmikant should not decide. ലക്ഷ്മികാന്ത് തരുന്ന മുഴുവൻ ചാപ്റ്ററും എന്നതല്ല നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ടാസ്ക്. നമ്മുടെ ടാസ്ക് വളരെ സയന്റിഫിക് ആയി നമുക്ക് പഠിക്കേണ്ടത് മാത്രം പഠിക്കാം. പലരും പറയാറുണ്ട് ആകാശത്തിന് താഴെ ഏറ്റവും ടഫസ്റ്റ് എക്സാം, അല്ലെങ്കിൽ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എന്തും സിവിൽ സർവീസിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അങ്ങനെയൊന്നുമില്ല. This exam has a well-defined syllabus by the UPSC. UPSC നമുക്ക് കൃത്യമായ ഒരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിനകത്ത് നിന്നാണ് 100-ൽ 95 ക്വസ്റ്റ്യനും വരുന്നത്. അവസാനത്തിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും സിലബസിന്റെ പുറത്ത് നിന്നൊക്കെ വരുന്നത്. അത് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് മതി? 200-ൽ 92 മാർക്ക് കിട്ടിയാൽ മതി. 292 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 50-60 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ നിങ്ങൾക്ക് 292 മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. കൂടുതൽ തെറ്റുകളില്ല, മൈനസ് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് 10-15 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 10-15 മണിക്കൂർ പഠിക്കാതെ 5-6 മണിക്കൂർ പഠിച്ചിട്ട് എങ്ങനെ സിവിൽ സർവീസിന്റെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം. ആദ്യം ഫസ്റ്റ് let me quickly make you understand the syllabus of this examination. ഒന്നാമത്തേത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇതിൽ ആൻഷ്യന്റ് ഇന്ത്യ ഉണ്ട്, മിഡീവൽ ഇന്ത്യ ഉണ്ട്, മോഡേൺ ഇന്ത്യ ഉണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതെല്ലാം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്. ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കണം, അതിൽ ഫിസിക്കൽ ജോഗ്രഫി നിങ്ങൾക്ക് അറിയാം. ഒരുപാട് ക്ലൈമറ്റോളജി, അതുപോലെ തന്നെ നമ്മുടെ ബഹിരാകാശത്തെക്കുറിച്ച്, പ്ലാനറ്റുകളെ കുറിച്ച്, ഇതെല്ലാം വരുന്ന ഒരു ഭാഗമാണ് ഫിസിക്കൽ ഓഷ്യൻ കറൻസ്, ഫിസിക്കൽ ജോഗ്രഫി. സോഷ്യൽ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റഡി. ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ 2011 സെൻസസ്, ഇനി പുതിയ സെൻസസ് അടുത്ത് വരികയാണെങ്കിൽ ആ പുതിയ സെൻസസിലെ ഡാറ്റ ആയിരിക്കും കാര്യമായിട്ട് സോഷ്യൽ ജോഗ്രഫിയിൽ ഉണ്ടാവുക. എക്കണോമിക് ജോഗ്രഫി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഈസ് എ പാർട്ട് ഓഫ് എക്കണോമിക് ജോഗ്രഫി ആൻഡ് മിനറൽസ് ഈസ് എ പാർട്ട് ഓഫ് എക്കണോമിക് ജോഗ്രഫി. എവിടേക്കാണ് മിനറൽസ് ഉള്ളത്, ആ മിനറൽസിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്ന ജോഗ്രഫിയാണ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ. നമ്മൾ ഈ പ്രിലിംസിന്റെ ഹിസ്റ്ററിയും അതുപോലെ ജോഗ്രഫിയും പഠിക്കുമ്പോൾ അടുത്തൊരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മെയിൻസിന്റെ GS 1-ലും നമുക്ക് ഇതേ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കാനുണ്ട്. മെയിൻസിന്റെ GS 1-ൽ നമുക്ക് പഠിക്കാനുള്ള കാര്യമായിട്ട് ഹിസ്റ്ററി തന്നെയാണ്. ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റി, ഈ 3 ടോപ്പിക്കാണ് മെയിൻസിന്റെ GS 1-ൽ. പ്രിലിംസിന് പഠിക്കുമ്പോൾ
പ്രിലിംസിന് നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പഠിക്കുന്നുണ്ടെങ്കിലും അതേസമയം തന്നെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടും ഈ ഹിസ്റ്ററി പഠിക്കുക. അപ്പൊ ഹിസ്റ്ററിയിൽ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ, ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇതിലെ മെയിൻലി മോഡേൺ ഇന്ത്യ ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ ഈസ് എ പാർട്ട് ഓഫ് ദ മെയിൻ സിലബസ് ആൾസോ. മെയിൻസിന് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി എന്ന ടോപ്പിക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻസിന്റെ GS1 പ്രിപ്പറേഷനും പ്രിലിംസിന്റെ ഹിസ്റ്ററിയും അതുപോലെ ജോഗ്രഫി പ്രിപ്പറേഷനും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ പ്രിലിംസിന് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടന. രണ്ടാമത്തേത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന പ്രധാനപ്പെട്ട ആക്ടുകൾ, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951, അതുപോലെ തന്നെ ഫാം ആക്ട്, അത് പിന്നീട് റദ്ദാക്കപ്പെട്ട ഫാം ആക്ടുകൾ, അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന പ്രധാനപ്പെട്ട ആക്ടുകൾ. മൂന്നാമത്തേത് ജഡ്ജ്മെന്റ്സ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ടിന്റെ പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റുകൾ, കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ്, ഗോലഖ്നാഥ് കേസ്, മിനർവ മിൽസ് കേസ് ആൻഡ് ബിജോയ് ഇമ്മാനുവൽ കേസ്, ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട കേസുകൾ നമ്മൾ പഠിക്കണം. ഇത് പ്രിലിംസിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ ഇത് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മെയിൻസിന്റെ GS2 ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ എക്സ്ട്രാ പഠിക്കണം. നാഷണൽ റിലേഷൻസ് ഓഫ് ഇന്ത്യ നമുക്ക് എക്സ്ട്രാ പഠിക്കണം. അതുപോലെ തന്നെ അടുത്ത ടോപ്പിക് പ്രിലിംസിന് പഠിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ഇന്ത്യൻ എക്കണോമി. ഇതിലും നമുക്ക് എക്കണോമിക്സ് പഠിക്കേണ്ട. എക്കണോമിക്സ് ഇന്ത്യൻ പൊളിറ്റി പറയുമ്പോഴും പൊളിറ്റിക്കൽ സയൻസ് അല്ല പഠിക്കേണ്ടത്. പ്ലാറ്റോന്റെയും അരിസ്റ്റോട്ടലിന്റെയും ആൻഡ് കാറൽ മാക്സിന്റെയും ഒന്നും രാഷ്ട്രീയ മീമാംസകളും തിയറികളും അല്ല പഠിക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റിയിൽ. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനം ഡേ ബൈ ഡേ എങ്ങനെ നടക്കുന്നു, പാർലമെന്റ് ഓഫ് ഇന്ത്യ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റുകൾ, അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം ഡേ ബൈ ഡേ ഹൗ ഇറ്റ് ഫങ്ഷൻസ്. അതാണ് ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ്, ഒരു സിവിൽ സർവന്റ് അറിയേണ്ട കാര്യം. അത് മാത്രം പഠിച്ചാൽ മതി. അടുത്തത് എക്കണോമിക്സ്. ഇന്ത്യൻ എക്കണോമി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തിയറീസ് ഓഫ് ആഡം സ്മിത്ത്, തിയറീസ് ഓഫ് ഡേവിഡ് റിക്കാർഡോ, തിയറീസ് ഓഫ് ദി ആൻഡ് ജോൺ കീനാർഡ് മീൻസ്, അതൊന്നല്ല. അങ്ങനത്തെ എക്കണോമിക്സുകളുടെ തിയറികളോ എന്നല്ല നമുക്ക് പഠിക്കാനുള്ളത്. വി ഹാവ് ടു സ്റ്റഡി ഇന്ത്യൻ എക്കണോമി, മീൻസ് പ്രാക്ടിക്കലി ഹൗ ദ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റം ഈസ് ഫങ്ഷനിങ് ഡേ ബൈ ഡേ. ഒരു ഡോളറിന് 96 രൂപയാണ് ഇപ്പൊ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ. വൈ? എന്തുകൊണ്ട്? അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണക്കാരനായ ഒരു റിക്ഷാ പുള്ളർ മനസ്സിലാക്കുന്ന പോലെ അത് യുദ്ധം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പോരാ. അതിന്റെ എക്കണോമിക് റീസൺസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് GDP? എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ? അതുപോലെ തന്നെ GDP, നോമിനൽ GDP, റിയൽ GDP. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്രധാനമന്ത്രി പലപ്പോഴും നമ്മുടെ മുന്നിൽ വന്ന് പറയും മേരെ പ്യാരെ ദേശവാസിയോ, and India is the 5th largest economy in the world. India is the 7th largest economy in the world, whatever it is. Presently, I think we are the 7th largest economy in the world. ഈ 7th largest economy എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ, എങ്ങനെയാണ് നമ്മൾ 7th largest economy ആയത്? ഈസ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിയൽ GDP ഓർ നോമിനൽ GDP? ആർക്കെങ്കിലും ആൻസർ അറിയോ? നമ്മൾ 7th largest economy എന്ന് പറയുന്നത് അത് റിയൽ GDP ആണോ, ആൻഡ് റിയൽ GDP ആണോ, അതല്ല നോമിനൽ GDP ആണോ? റോബിൻ, ഐ വിൽ സെൻഡ് യു ദ PDF, നോ ഇഷ്യൂസ്. റിയൽ GDP ആണോ, നോമിനൽ GDP ആണോ? എനിബഡി ക്യാൻ ടൈപ്പ്. ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇതൊരു N or R. യു ക്യാൻ ടൈപ്പ് ഐദർ N മീൻസ് നോമിനൽ GDP, R മീൻസ് റിയൽ GDP. എന്താണ് റിയൽ GDP, നോമിനൽ GDP എന്നുള്ളത്? യെസ്, ആൻഡ് രോഹിണി ചന്ദ്രൻ ആൻഡ് Prayag Rajiv and Shilpa Krishnan, all 3 of us, Ashin and Archana Sunil, everybody is correct because it is based on nominal GDP. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താണ് റിയൽ GDP, എന്താണ് നോമിനൽ GDP എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പഠിക്കുമ്പോൾ GDP, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഡേ ബൈ ഡേ ഫംഗ്ഷനിങ് ഓഫ് ഇന്ത്യൻ എക്കണോമി. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മോണിറ്ററി പോളിസി, നമ്മൾ പേപ്പറിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, അതുപോലെ തന്നെ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ഇതൊക്കെ
നമ്മുടെ മോണിറ്ററി പോളിസിയും അതുപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്കുമായി ഇന്ത്യയുമായി ബന്ധപ്പെട്ട ടേംസ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഈ അടുത്ത് കേരളത്തിലെ ബജറ്റ് വന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതൊക്കെ ഡേ ബൈ ഡേ എക്കണോമിയുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. FDI, ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട FDI, FII ആൻഡ് അപ്പൊ അതുകൊണ്ട് തന്നെ വി ഷുഡ് ലേൺ all the things related to the day by day functioning of this nation. Next one, environmental ecology. നമുക്കറിയാം എൻവിറോൺമെന്റൽ എക്കോളജിക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെങ്കിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺഫറൻസുകൾ, പാരീസ് കോൺഫറൻസ്, ക്ലൈമറ്റ് കോൺഫറൻസ്, ലോകത്ത് ഒരുപാട് ക്ലൈമറ്റ് ഓർഗനൈസേഷൻസ്, ക്ലൈമറ്റ് കോൺഫറൻസുകൾ, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ടേമുകൾ, ഇതെല്ലാം പഠിക്കണം. ജനറൽ സയൻസിലും നമ്മുടെ പഴയ സ്കൂളിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒന്നല്ല UPSC ചോദിക്കുന്നത്. UPSC ചോദിക്കുന്നത് മോഡേൺ സയൻസ്, ദാറ്റ് സയൻസ് ഇൻ ദ ഡേ ടു ഡേ ലൈഫ് ഓഫ് എ പേഴ്സൺ. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് 2010-11 തോന്നുന്നു, ഞാൻ രണ്ടാമത് ഞാൻ സിവിൽ സർവീസിന്റെ പ്രിലിംസ് എഴുതിയ സമയത്ത് ദർ വാസ് എ ക്വസ്റ്റ്യൻ ഓൺ മൈക്രോവേവ് ഓവൻ. അന്ന് മൈക്രോവേവ് ഓവൻ ഒന്നും അത്ര പോപ്പുലർ ആയിട്ടില്ല. ഇപ്പോഴൊക്കെ നമ്മുടെ വീടുകളിലും അതുപോലെ നമുക്കെല്ലാം മൈക്രോവേവ് ഓവൻ ഉപയോഗിച്ച് പരിചയം ഉണ്ടാവും. അന്ന ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ മൈക്രോവേവ് ഓവനിൽ നിങ്ങളൊരു പാത്രം വെച്ചു, ആ പാത്രത്തിൽ ഫുഡും വെച്ചു. അതിനുശേഷം നിങ്ങൾ ചൂടാക്കിയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ പാത്രം ചൂടായിട്ടുണ്ടാവില്ല, ഫുഡ് ചൂടായിട്ടുണ്ടാവും. എന്താണ് കാരണം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റീസൺ ഫോർ ദിസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ആൻസർ പലപ്പോഴും വാട്ടർ കണ്ടന്റിനെയാണ് മൈക്രോവേവ്സ് ചൂടാക്കുന്നത്. പ്ലേറ്റ് ഡ്രൈ ആയ പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റ് ചൂടാവില്ല. നേരെ മറിച്ച് പ്ലേറ്റിൽ വാട്ടർ ഉണ്ടെങ്കിൽ, നമ്മൾ കഴുകിയ പ്ലേറ്റ് നേരെ അതുപോലെ വെച്ചാൽ പ്ലേറ്റും ചൂടാവും. അപ്പൊ ഈ വാട്ടർ കണ്ടന്റിനെ മാത്രമാണ് മൈക്രോവേവ്സ് ചൂടാക്കുന്നത്. അതുകൊണ്ടാണ് പ്ലേറ്റ് ചൂടാവാതെ ഫുഡ് മാത്രം ചൂടാവുന്നത് എന്നായിരുന്നു അതിന് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 2009 ബ്ലൂടൂത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നു. അന്ന് സത്യം പറഞ്ഞാൽ ഞാനൊന്നും ബ്ലൂടൂത്ത് എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല. കാരണം അന്ന് എൻ്റെ അടുത്തുള്ള ഫോണ് നോക്കിയയുടെ 2008 ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 2ാമത്തെ വർഷം. നോക്കിയയുടെ പഴയ ഒരു ഫോണാണ്. അതിൽ ആകെയുള്ള എന്റർടൈൻമെന്റ് ഒരു സ്നേക്കിന്റെ ഗെയിം കളിക്കാം. ഒരു സ്നേക്കിനെ എവിടെയെങ്കിലും തട്ടാതെ മുട്ടാതെ ഒക്കെ കൊണ്ടുപോയി കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഞാനൊരു എക്സ്പേർട്ട് പ്ലെയർ ആയിരുന്നു. അതാരെങ്കിലും കളിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ? ഇങ്ങനത്തെ ഇപ്പോഴത്തെ ജെൻസിയും അതുപോലെ ജെൻ ആൽഫയ്ക്കൊന്നും പരിചയം ഉണ്ടാവില്ല. ഇഫ് യു ഹാവ് പ്ലേഡ് ദാറ്റ് ഗെയിം ക്യാൻ യു പ്ലീസ് ടൈപ്പ് യെസ്? ഓക്കെ, അശ്വിൻ ടെൽസ് യെസ്. എനിബഡി എൽസ്? ഓക്കെ, എല്ലാവരും കളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ജെൻസിയും അത് ആദ്യം കളിച്ച ഒരു ഓൺലൈൻ ഗെയിം പലപ്പോഴും ആ സ്നേക്ക് ഗെയിം ആയിരിക്കും. അതിൽ ബ്ലൂടൂത്ത് ഒന്നുമില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ബ്ലൂടൂത്ത് ഇന്ത്യയിൽ വളരെ അപൂർവമായ ആളുകളുടെ കയ്യിൽ ഡിവൈസുകൾ, സ്മാർട്ട് ഫോണുകളിലെ ബ്ലൂടൂത്ത് ഉള്ളൂ. അന്ന് ചോദിച്ചു വാട്ട് ഈസ് ബ്ലൂടൂത്ത് ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ബ്ലൂടൂത്ത്? ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് ബ്ലൂടൂത്ത് വാസ് ആൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. കറക്റ്റ്. ആൻഡ് രണ്ടാമത്തേത് ബ്ലൂടൂത്ത് ക്യാൻ ട്രാൻസ്ഫർ ദ ഫയൽ ഫ്രം വൺ ഡിവൈസ് ടു അനദർ ഡിവൈസ് ഈവൻ ഇഫ് ബോത്ത് ദ ഡിവൈസസ് ആർ നോട്ട് ഇൻ ദ ലൈൻ ഓഫ് സൈറ്റ്. ഇപ്പൊ ഞാൻ ഈ ഒരു റൂമിൽ ഇരുന്നിട്ട് തൊട്ടടുത്ത റൂമിൽ ഇരിക്കുന്ന ആളുടെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി ഒരു ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റുമില്ലേ? പറ്റും. കാരണം പലപ്പോഴും നമ്മൾ കാറിൽ ബ്ലൂടൂത്ത് കണക്ട് ആക്കിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പലപ്പോഴും കാർ വേറെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വീടിന്റെ പുറത്ത് നിർത്തിയ റൂമിൽ ഇരിക്കുന്ന എനിക്ക് ഫോൺ വിളിക്കുമ്പോൾ ആരും പറയുന്നത് കേൾക്കുന്നില്ല. കാരണം അത് ലൗഡ് സ്പീക്കറിൽ കാറിലാണ് പോയി കേൾക്കുന്നത്. ലൈൻ ഓഫ് സൈറ്റിലല്ലെങ്കിലും, ലൈൻ ഓഫ് സൈറ്റ് രണ്ട് ഡിവൈസും കാണുന്ന ഡിസ്റ്റൻസ് പരസ്പരം കാണണമെന്ന് നിർബന്ധമില്ല. കാണുന്നില്ല എങ്കിലും അടുത്ത റൂമിലാണെങ്കിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ചോദ്യം വന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സയൻസിൽ ഇനി ചോദ്യം വരാൻ പോകുന്നത് പക്ഷേ നമ്മുടെ അടുത്തേക്ക് അടുത്തൊരു 2-3 വർഷം കഴിഞ്ഞ് എത്താൻ പോകുന്ന ടെക്നോളജി ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ അടുത്ത് എത്തി. AI കുറിച്ച് ചോദ്യം ആൾറെഡി വന്നു കഴിഞ്ഞു. ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ കുറിച്ച് ചോദ്യം വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ChatGPT കുറിച്ച് ചോദ്യം വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കോഷ്യസ് ആയിരിക്കണം. എന്ത് ടെക്നോളജിയാണ് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഓക്കെ, ജനറൽ സയൻസ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷത്തെ കറന്റ് അഫയേഴ്സ്. നിങ്ങൾ 2027 മെയ് മാസത്തിൽ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ 2026 ജനുവരി മുതൽ 2027 ഫെബ്രുവരി മാർച്ച് വരെയുള്ള കറന്റ് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. മിനിമം 1.5 ഇയേഴ്സിന്റെ കറന്റ് അഫയേഴ്സ്, ഒരു മാസവും 6 മന്ത്സിന്റെയും കറന്റ് അഫയേഴ്സ് പഠിച്ചിരിക്കണം. ഓക്കെ, ഈ പോർഷൻ ക്ലിയർ ആണല്ലോ?
എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഈ ഭാഗത്ത് നമുക്ക് ഇനിയും ഒരു കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. 8:30 വരെ നമ്മുടെ സെഷൻ, അരമണിക്കൂറും കൂടി ഉണ്ട്. അതിന് മുമ്പ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് ആസ്ക്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ യു ക്യാൻ ടൈപ്പ് ആൻഡ് ആസ്ക് വാട്ട് എവർ യു വിഷ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എടുക്കാം. എന്താ വേണ്ടത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട് ക്വിക്ലി. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം, അതിനുശേഷം തിരിച്ചു വരാം. GS ഡിസ്കസ്, CSAT നമുക്ക് അടുത്ത ഡിസ്കഷൻ. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ. ഒരു പഠിക്കുക എന്ന് പറഞ്ഞാൽ മെമ്മറൈസ് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് മറ്റേ കാണാതെ പഠിക്കുക. ഒരുപാട് ഇപ്പോൾ ഏതാണ് ആർട്ടിക്കിൾ 1, ദാറ്റ് ഈസ് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. Article 2, admission of new states. Article 3, formation of new state. Article 4, and when the formation of new state is done, and there will be changes in Schedule 1 and Schedule 4. ഇങ്ങനെ കാണാതെ പഠിച്ചു പോകുന്ന എല്ലാ സിവിൽ സർവീസസ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാൻ കാരണം, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും വി ഷുഡ് തിങ്ക്. നമുക്ക് പലപ്പോഴും ചെറിയൊരു പോയിന്റിൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ പഠനം ഒരിക്കലും ഒരു മെമ്മറൈസേഷൻ, ഒരു ബോറിംഗ് എക്സസൈസ് ആവരുത്. ഓരോ സമയത്തും ചിന്തിച്ച്, ഓരോ സമയത്തും നമ്മൾ നമ്മുടെ തോട്ട് അനലിറ്റിക്കൽ സ്കിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ നമുക്ക് വലിയ വലിയ ആൻസർ തരും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ 2021 UPSC സിവിൽ സർവീസ് പ്രിലിംസിൽ ഞാനൊരു നമ്മുടെ ചെറിയ നോളേജ് എങ്ങനെ വലിയ ക്വസ്റ്റ്യൻസിന് ആൻസർ തരും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. With reference to urban cooperative banks in India, consider the following statements. Urban cooperative banksമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യാം. ഒന്നാമത്തേത്, they are supervised and regulated by local boards set up by the state government. They can issue equity shares and preference shares. They were brought under the purview of the Banking Regulation Act 1949 through an amendment in 1966. Which of the statements given below and given above are correct? എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ടഫ് ആണോ ഈസി ആണോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ടഫ് ക്വസ്റ്റ്യൻ ആണോ ഈസി ക്വസ്റ്റ്യൻ ആണോ? എനിക്ക് തോന്നുന്നത് ടഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ടി ഓർ ഇ? ഈസി ആണെങ്കിൽ ഇ ടൈപ്പ് ചെയ്യുക. ഈസി ആണെങ്കിൽ യു ഷുഡ് ടെൽ മീ ദ ആൻസർ. If it is tough for you, type T. ആരും ആൻസർ ചെയ്യുന്നില്ലല്ലോ. എല്ലാവരും ഒരുവിധം. ക്രിസ്റ്റീന പറയുന്നു ടഫാണ്. അബി ടഫ്, അർച്ചന ടഫ്, അശ്വിൻ ടഫ്, ടി. എനിബഡി ഈസ് ഈസി. ഇനി ഞാൻ നിങ്ങൾക്കൊരു പോയിന്റ് തരാം, നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ടുഗദർ, മീ ആൻഡ് യു, ഐ വിൽ ഗൈഡ് യു ആൻഡ് യു ക്യാൻ ആൾസോ സപ്പോർട്ട് ആൻഡ് സോൾവ് ദ. if anybody knows the answer, you can type the answer also. If it is easy question, and you can type the answer. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ചോദ്യം നമുക്ക് മനസ്സിലാക്കി നോക്കുക. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദിസ് ക്വസ്റ്റ്യൻ ഈസ് വിത്ത് റെഫറൻസ് ടു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലേ? ക്വസ്റ്റ്യന്റെ ടോപ്പിക് എന്താണ്? അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. Consider the following statements. And which നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? Which of the statements given above are correct? മേലെ ചിലപ്പോൾ എന്ത് ചെയ്യും, മേലെ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് റോങ് എന്ന് ചോദിക്കും പലപ്പോഴും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ദ ടോപ്പിക് ഓഫ് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ആൻഡ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ്? ഇന്ത്യയിൽ ഒരുപാട് ബാങ്കുകളുണ്ട്. ഇന്ത്യയിലെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏതൊക്കെ ബാങ്ക് ഉണ്ടോ ആ ബാങ്കുകളെ മുഴുവൻ റെഗുലേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു ബോഡി ഉണ്ട്. ശില്പ പറയുന്നു RBI, അബി പറയുന്നു RBI, അശ്വിൻ പറയുന്നു RBI. എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ regulated by local boards set up by the state government. അത് ശരിയാണോ തെറ്റാണോ? കറക്റ്റ് ഓർ റോങ്? C or W? കറക്റ്റ് മീൻസ് C. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് C എന്ന് ടൈപ്പ് ചെയ്യാം, റോങ് ആണെങ്കിൽ W എന്ന് ടൈപ്പ് ചെയ്യാം. ഈ സ്റ്റേറ്റ്മെന്റ്, ദേ ആർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റെഗുലേറ്റഡ് ആൻഡ് ബൈ ലോക്കൽ ബോർഡ് സെറ്റപ്പ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മൾ പഠിച്ചു ഇന്ത്യയിൽ എല്ലാ ബാങ്കുകളും റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്?
RBI ആണ്. ആ ഒരു നോളേജ് വെച്ചിട്ട് ആൻഡ് ശില്പ പറയുന്നു കറക്റ്റോ? കറക്റ്റ് അല്ലല്ലോ. അർച്ചന റോങ്, മുഹമ്മദ് അബ്ദുസലീം മാലിക് റോങ്, അധീന AS റോങ്. എല്ലാവരും പറയുന്നത് ദേ ആർ സൂപ്പർവൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ. എല്ലാവരും അംഗീകരിച്ചോ? യെസ് ഓർ നോ? ഓൺലി 2-3 പേരുടെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയുള്ളൂ. ആർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്നുള്ളത്? സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണോ അല്ലേ? അബി ജോ ഡാനിസ് റോങ്. പ്രഗ്യ രാജീവ്, ഹൗ ഇറ്റ് ഈസ് കറക്റ്റ്? നമ്മൾ പഠിച്ചല്ലോ കമറുൻ നിസ എങ്ങനെ കറക്റ്റ് ആവുന്നത്? കാരണം നമ്മൾ പഠിച്ചു RBI എല്ലാ ബാങ്കുകളെയും ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്ന ആരാ? ഇന്ത്യയിൽ എല്ലാ ബാങ്കുകളും റെഗുലേറ്റ് ചെയ്യുന്ന കമറുൻ നിസ ആൻഡ് പ്രഗ്യ രാജീവ്, പിന്നെ ആരാ സി പറഞ്ഞ ശില്പ. ഇവർ ആൻസർ പറയൂ. ഇന്ത്യയിൽ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആരാ? ആൻഡ് കറക്റ്റ് ആൻസർ വി ക്യാൻ ടേക്ക് ഇറ്റ് ലേറ്റർ. പ്രസന്റ്ലി വി വിൽ ഗോ സ്ലോ. ആൻഡ് കമറുന്നിസ് RBI ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ സൂപ്പർവൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ലോക്കൽ ബോർഡ് സെറ്റപ്പ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ളത് റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്. ഇനി ഏതാണ് ആൻസർ എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ ബാക്കി സ്റ്റേറ്റ്മെന്റ് ഒന്നും നോക്കണ്ട. ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻസിൽ നോക്കിയിട്ട് യു ക്യാൻ മാർക്ക് ഇറ്റ് ഓൺ ദ സ്ക്രീൻ. ഐ ഹാവ് ഗിവൺ യു ABCD. Instead of typing in the chat option, please mark your answer on the screen. ഓക്കെ, ഇതുവരെ 32% ആളുകൾ ആൻസർ പറഞ്ഞു. എല്ലാവരും ആൻസർ കറക്റ്റ് ആണ്. 40% എല്ലാവരും ആൻസർ ചെയ്യും പെട്ടെന്ന്. ആൻഡ് ചാറ്റ് ഓപ്ഷനിലെ ആൻസർ തന്ന ആളുകളും ആൻസർ ചെയ്യണം. 52%, 52% ആളുകളെ ആൻസർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ആൻസർ ചെയ്യും. ഞാനൊരു 15 സെക്കൻഡ്സ് കൂടി തരാം. 10 സെക്കൻഡും കൂടി ഉണ്ട്. 60% ആളുകൾ ആൻസർ ചെയ്തു. പെട്ടെന്ന് ആൻസർ ചെയ്യണം ഇതൊക്കെ, കാരണം നമുക്ക് ഇതിന് സമയം കളയാൻ പാടില്ല. 64%, ലാസ്റ്റ് 2 സെക്കൻഡ്സ്. ഒരുവിധം എല്ലാവരും 94% ഓഫ് യു ഹാവ് ഗിവൺ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ B ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം നമുക്കൊരു കാര്യം മനസ്സിലായി. ആൻഡ് ഒന്നാമത്തെ വിഷയം നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അർബൻ കോഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ ഓപ്ഷനിൽ സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ടോ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ A എലിമിനേറ്റഡ്, ഓപ്ഷൻ C ഗോട്ട് എലിമിനേറ്റഡ്, ഓപ്ഷൻ D ഗോട്ട് എലിമിനേറ്റഡ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B. ഈ ആൻസർ കിട്ടാൻ വേണ്ടി നമുക്കുണ്ടായിരുന്ന ആകെയുള്ള നോളേജ് എന്താ? സ്കൂളിൽ നമ്മൾ പഠിച്ച RBI ആണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു, സ്കൂളിൽ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചൊരു നോളേജ് ആയിരിക്കും. ആ ഒരു നോളേജ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്. യെസ് ഓർ നോ? അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും അറിഞ്ഞോളണം എന്നില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് അത് ആ സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സും, മോർ ദാൻ മെമ്മറൈസേഷൻ, മോർ ദാൻ ബൈ ഹാർട്ടിങ്, യുവർ തോട്ട് പ്രോസസ് ഷുഡ് ഫംഗ്ഷൻ ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹാൾ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വേണോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയിൽ എലക്ഷന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത്, ഷെഡ്യൂൾ ഓഫ് എലക്ഷൻ, എന്ന് എലക്ഷൻ നടക്കണം, എന്ന് വോട്ട്, നമ്മൾ കേരളത്തിലെ ഇലക്ഷൻ ഇപ്പം അടുത്ത് നടന്നു. കേരളം, വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ പുതുച്ചേരി, ആസാം ആൻഡ് പിന്നെ തമിഴ്നാട്. ഈ സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പം അടുത്ത് എലക്ഷൻ നടന്നു. ഈ എലക്ഷന്റെ ഡേറ്റ്, എലക്ഷന്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് ആരാ? Who decides? Prime Minister, Home Minister, Election Commission. Who decides the schedule of election? And Jishnu, Shilpa, Robin, Archana, and Christina, and Rohini Chandran. Everybody has given correct answer. Election Commission of India. Election schedule, ഇപ്പോൾ ഉദാഹരണം, ഇന്ന ദിവസം എലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ ദിവസം പ്രൈം മിനിസ്റ്റർ പറയണം എനിക്കന്ന് പറ്റൂല, എനിക്ക് അതിന് മുമ്പ് കുറച്ച് ഫോറിൻ ട്രിപ്പ് ഒക്കെ പോകാനുണ്ട്, ഇലക്ഷന്റെ ഡേറ്റ് മാറ്റണം. നോട്ട് പോസിബിൾ, ബിക്കോസ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് ദ ഫൈനൽ അതോറിറ്റി ടു ഡിസൈഡ് ദ ഡേറ്റ് ഓഫ് എലക്ഷൻ. അത് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആൻഡ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ്? ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് 2 ഒന്ന് നോക്കാം. Union Ministry of Home Affairs. Yeah. And which of the following is correct? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. Union Ministry of Home Affairs decides
the election schedule for the conduct of both general election and by-election. Is it correct or wrong? ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ റോങ് ആണോ? സി ഓർ ഡബ്ല്യു? പ്ലീസ് ടൈപ്പ് ഇറ്റ് ക്വിക്ലി. ഡബ്ല്യു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? Yes, you can type the correct answer in the poll. Let me give you the poll and you can mark it on the poll. Statement 2 is wrong. Then what is the correct answer? Can you mark it on the poll quickly, very quickly, within 10 seconds? Yeah, almost 59%. 62% of you have given answer within 15 seconds. And the correct answer is option D is the correct answer. Because നമുക്ക് ഒരു കാര്യം നമുക്ക് കിട്ടി, and statement 2 is wrong. അങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 ഉള്ള എല്ലാ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ആൻഡ് ഓപ്ഷൻ എ 1 and 2 wrong, ഓപ്ഷൻ ബി 2 only wrong, ഓപ്ഷൻ സി 2 and 3 wrong, ഓപ്ഷൻ ഡി 3 only is the correct answer. നമുക്ക് പലപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നുള്ള നോളേജ് വഴി നമുക്ക് പല ആൻസേഴ്സും ചെയ്യാൻ പറ്റും. ഞാനത് കൂടുതൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ആൻഡ് അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡസ് ദ ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. നമുക്ക് അടുത്തൊരു സെഷനിൽ ഈ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യൻ. I can ask something. You can ask. പ്രിലിംസിന് എക്സാം ഫുള്ള് ഈ സെയിം പാറ്റേൺ ഉള്ള വരിക എന്ന് വെച്ചാൽ നമുക്ക് ഈ പാറ്റേൺ ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റൂല. ആ റോബിൻ അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും വരുന്നത്. പക്ഷേ 2023 ഒരു മാറ്റം ഉണ്ടായി. ആ മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും മാറില്ല. 2023 മാറ്റം എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ എത്ര സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്? ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം, 2 എണ്ണം മാത്രം, 3 എണ്ണം മാത്രം, ഈ 4 സ്റ്റേറ്റ്മെന്റ് 4ഉം കറക്റ്റ് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ 4 സ്റ്റേറ്റ്മെന്റും അറിയണം. എലിമിനേഷൻ മെത്തേഡ് വർക്ക്ഔട്ട് ആവില്ല. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയല്ല. അത് പുതിയൊരു പാറ്റേൺ ഓഫ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് 2023 ആഡ് ചെയ്താണ്. ഇപ്പൊ 2026 പ്രിലിംസിൽ ഒരു ഡീറ്റെയിൽ വളരെ ലോങ് ആയ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു. പക്ഷേ എല്ലാ എക്സാമിലും ബേസിക് ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ്, നമ്മളിപ്പോൾ കാണിച്ച സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് 2011 മുതൽ 2026 വരെ ഒരു മിനിമം 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഇൻ ദിസ് പാറ്റേൺ. ഇനി പല ക്വസ്റ്റ്യൻസും ABCD മാത്രം ഉണ്ടാവും. നമുക്കിങ്ങനെ 1, 2, 3 സ്റ്റേറ്റ്മെന്റ് തരാതെ ABCD 4 സ്റ്റേറ്റ്മെന്റ് അതിൽ ഏതാണോ കറക്റ്റ് റോങ് എന്ന് കണ്ടെത്താം. അപ്പോൾ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ 2011 മുതൽ 2026 വരെയും കണ്ടിന്യൂസ് ആയിട്ടും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇതാണ്. അതല്ല, അതിൻ്റെ ഇടയ്ക്ക് പല പാറ്റേണുകൾ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, എനിത്തിങ് എൽസ്? താങ്ക് യു സർ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ നമുക്കൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കില്ല് ഒരു ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു അടുത്തൊരു എങ്ങനെ 5-6 മണിക്കൂർ മാത്രം പഠിച്ചെങ്കിൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം എന്നൊരു ടോപ്പിക്കിലേക്ക് പോവാം. പലപ്പോഴും നമ്മൾ ഈ സറൗണ്ടിങ്സ് ഒബ്സർവ് ചെയ്യുന്നത്, ഇതിൽ എത്ര പേര് ഈ റേഷൻ ഷോപ്പിൽ പോയിട്ടുണ്ട്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഷോപ്പ് അല്ലെങ്കിൽ റേഷൻ പീഡിയയിൽ പോയിട്ട് സാധനം വാങ്ങി എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യും. ഞാനൊക്കെ കുട്ടിയാവുന്ന സമയത്തൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. അശ്വിൻ ഉണ്ട്, അർച്ചന ഉണ്ട്, അശ്വിൻ, കമറുന്നിസ, റോബിൻ ആൻഡ് അബി, എല്ലാവരും റേഷൻ ഷോപ്പിൽ പോകാറുള്ള ആളുകളാണല്ലേ. ഈ റേഷൻ ഷോപ്പുമായി ബന്ധപ്പെട്ട് 2013 ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ആ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആൻസർ കിട്ടും. ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് റോങ് ആയിരുന്നു. ആ റോങ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ? PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ ഷോപ്പ്, അതിൽ പോയിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാം. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു: പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഷോപ്സ് ഇൻ ഇന്ത്യ ആർ. സ്ക്രീനിൽ ഞാൻ വേറെ ഒരു പിക്ചർ കാണുന്നില്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്ക്രീനിലില്ല, ഞാൻ എൻ്റെ മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയാണ്. ആൻഡ് റോബിൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഷോപ്സ് ഇൻ ഇന്ത്യ ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫുഡ് ക്രോപ്സ് ഓൺലി. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലേ? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഷോപ്സ് ഇൻ ഇന്ത്യ ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫുഡ് ഐറ്റംസ് ഓൺ ഫുഡ് ക്രോപ്സ്, ഫുഡ് ഐറ്റംസ് ഓൺലി. ആൽബി പറയുന്നു റോങ് ആണ്. നോ. വാട്ട് എൽസ് വി ക്യാൻ ഗെറ്റ് ഫ്രം PDS?
other than food items, what we can get from the and public distribution shop? കെരോസിൻ. പണ്ട് ചെറുപ്പത്തിലൊക്കെ നമുക്ക് പോയിട്ട് ഈ മണ്ണെണ്ണ വാങ്ങിക്കൊണ്ടുവരുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഷോപ്പിൽ നിന്നായിരുന്നു. ആ ഒരു മെമ്മറി വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ 3 ഓപ്ഷനിലും ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതെന്താ, മുരിങ്ങ അല്ലേ? മുരിങ്ങയുടെ ശാസ്ത്രീയ നാമവും മൊരിങ്ക എന്നാണ്, MORINGA ഓർ ഡ്രം സ്റ്റിക്ക്. ഈ ഡ്രം സ്റ്റിക്കിനെ കുറിച്ച് 2021 UPSC സിവിൽ സർവീസ് പ്രിലിംസിലെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ നമ്മൾ മുരിങ്ങയെ കാണുന്ന വ്യത്യസ്തമായ രീതികൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്ന്, മുരിങ്ങ ഇങ്ങനെ കണ്ടിട്ടില്ല പലപ്പോഴും, ഒരു യെല്ലോയിഷ് കളറായിട്ട്? യെസ് ഓർ നോ? ക്യാൻ യു ടൈപ്പ് യെസ്? ഹാവ് യു സീൻ മുരിങ്ങ ഇൻ ദിസ് യെല്ലോയിഷ് കളർ? യെസ്. ആൻഡ് ഇങ്ങനെ മുരിങ്ങ പലപ്പോഴും യെല്ലോ കളറായി കാണാം. പല സമയത്ത് നമുക്ക് മുരിങ്ങ ഇല മുഴുവൻ കൊഴിഞ്ഞു പോയി ഇങ്ങനെ മുരിങ്ങ കായ മാത്രം നിൽക്കുന്ന രീതിയിലും കാണാൻ കണ്ടിട്ടുണ്ടാവും. മുരിങ്ങ കേരളത്തിൽ വളരെ വ്യാപകമായി ഉള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. യെസ് ഓർ നോ? ഇനി 2021 ഒരു UPSC ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മൊരിങ്ക ആൻഡ് ഓർ ഡ്രം സ്റ്റിക് ട്രീ, ബ്രാക്കറ്റിൽ ഡ്രം സ്റ്റിക് ട്രീ എന്നും കൊടുത്തു. ഞാൻ ആർക്കെങ്കിലും മൊരിങ്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം മുരിങ്ങ അല്ലെങ്കിൽ മൊരിങ്ക. Drumstick tree is a leguminous evergreen tree. Is it correct or wrong? അതൊരു എവർഗ്രീൻ ട്രീ ആണോ? റോബിൻ പറയുന്നു റോങ്, അർച്ചന പറയുന്നു റോങ്, രോഹിണി റോങ്, ആൻഡ് പ്രഗ്യ രാജീവ് ആൻഡ് ശിൽപ ആൻഡ് അബി ജോ ഡാനിസ്, മുഹമ്മദ് അബ്ദുസലീം മാലിക്, ഷഹാന ഷെറിൻ എല്ലാവരും പറയുന്നത് ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് ഇറ്റ് ഈസ് റോങ്, വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ബാക്കിയുള്ള ഒന്നും വായിക്കണ്ട. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ക്യാൻ യു മാർക്ക് ദ കറക്റ്റ് ആൻസർ ഓൺ ദ പോൾ ഇൻ ദ സ്ക്രീൻ? യു ഒബ്സർവ് ദ ഓപ്ഷൻസ്. ഒന്നാമത്തെ നിങ്ങൾക്ക് കിട്ടി ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. സോറി. If statement 1 is wrong, and please use your observational skill and tell me the answer. I'm giving you 30 seconds more. ഇതുവരെ 46% പാർട്ടിസിപ്പൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് 10 seconds. 50%, പകുതി ആളുകളെ ആൻസർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ആൻസർ മനസ്സിലായില്ല. ഓക്കെ, time is up and correct answer is everybody has given. Those who have given answer, they have given correct answer. 100% എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്, ഓപ്ഷൻ ബി. കാരണം ഈ ഓപ്ഷൻ ബിയിൽ മാത്രമേ ഇതില്ലാത്തുള്ളൂ. പിന്നീട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ടെർമറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാളംപുളി. And tree is endemic to South Asia. In India, most of the turmeric is collected as a minor forest produce. India exports turmeric and seeds of moringa. Seeds of moringa and turmeric can be used in the production of the biofuels. ഈ 5 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, but we got the answer. 3, 4 and 5 are correct. 1 and 2 are not correct. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു വന്നത്, ഇനി അടുത്തൊരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷേ ബിക്കോസ് ഓഫ് ദ ഷോർട്ടേജ് ഓഫ് ടൈം ആൻഡ് വി ആർ ഗോയിങ് ടു അവർ മെയിൻ ഡിസ്കഷൻ, ഹൗ ടു ക്വാളിഫൈ വിത്ത് ദ 6 hours പ്രിപ്പറേഷൻ. 6 to 7 hours നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ? ഒന്നാമത്തേത് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇന്ത്യൻ പൊളിറ്റി എടുക്കാം. ഇന്ത്യൻ പൊളിറ്റിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയും NCERT 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കണം. ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി പഠിക്കണം. ഇനിയിപ്പോൾ ചിലർ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ DD ബസുവിന്റെ ഇന്ത്യൻ പൊളിറ്റി പഠിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു റൈറ്റ് വേ ഓഫ് സ്ട്രാറ്റജി. ദ സ്ട്രാറ്റജി ഐ അപ്ലൈഡ് ഇൻ മൈ പ്രിപ്പറേഷൻ. ഞാൻ പറഞ്ഞു, ഞാൻ 2008 എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. 2009 ഞാൻ പ്രിലിംസ് അപ്പിയർ ചെയ്തു. ആ പ്രിലിംസ് എക്സാമിൽ എനിക്ക് ആകെ കിട്ടിയ 15 മാർക്കാണ് GS പേപ്പറിൽ. അന്ന് GSഉം ഓപ്ഷനിലും ആയിരുന്നു. 2010 ഞാൻ വീണ്ടും പ്രിലിംസ് അപ്പിയർ ചെയ്തു. ആ പ്രിലിംസിൽ ഏകദേശം കട്ട് ഓഫിന്റെ അടുത്ത് 85 ഒക്കെ കിട്ടി. 90 സംതിങ് ആയിരുന്നു കട്ട് ഓഫ്. ആൻഡ് കട്ട് ഓഫിന്റെ അടുത്തെത്തി, പക്ഷെ ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് കാരണം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് 2011
2011 സിലബസ് മാറി, ഓപ്ഷണൽ സബ്ജക്റ്റ് ഒഴിവായി പോയി, ആൻഡ് CSAT പേപ്പർ വന്നു. ഈ 2011 ഞാൻ ആദ്യമായിട്ട് പ്രിലിംസ് ക്വാളിഫൈ ചെയ്തത്. അതും ഞാൻ ക്വാളിഫൈ ചെയ്ത സമയത്ത് 88 കട്ട് ഓഫ്, എൻ്റെ മാർക്ക് 90 GS ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആൻഡ് പ്രിലിംസ് എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എങ്ങനെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, 6 മണിക്കൂർ പ്രിപ്പറേഷൻ നടത്തിയിട്ട് എൻ്റെ 1-2 വർഷത്തെ മിസ്റ്റേക്സ് ഒഴിവാക്കി 3-ാമത്തെ വർഷം ഞാൻ എങ്ങനെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു. ആ ഒരു അറ്റംപ്റ്റിൽ ഞാൻ മെയിൻസും ക്വാളിഫൈ ചെയ്തു, ഇന്റർവ്യൂ അപ്പിയർ ചെയ്തു, ആൻഡ് ഇന്റർവ്യൂ മെയിൻസും കൂട്ടി 1023 മാർക്ക് എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ ആ വർഷം 1057 കട്ട് ഓഫ്, എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പിന്നീട് എൻ്റെ സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷന് ഡൈവേർട്ടായി പോയി. ഞാൻ PhD ചെയ്തു, ആൻഡ് സിവിൽ സർവീസിന്റെ കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുകയായിരുന്നു. അതിന്റെ കൂടെ അറ്റംപ്റ്റുകളൊക്കെ നടത്തിയിരുന്നെങ്കിലും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എങ്ങനെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും 10-15 മണിക്കൂർ പഠിച്ചിട്ടില്ല. അത് പഠിക്കാൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മീ ആൾസോ. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, വി ഹാവ് ടു റെഡ്യൂസ് ദ സ്റ്റഫ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കേണ്ട കണ്ടന്റ് വളരെ കുറക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്നും നമ്മളെ ബ്രെയിനിൽ നിൽക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ വാട്ട് ഈസ് ദ റിക്വയർമെന്റ് ഓഫ് ദ എക്സാമിനേഷൻ. ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റി എക്സാമ്പിൾ എടുക്കാം. ഇന്ത്യൻ പൊളിറ്റി നേരത്തെ പറഞ്ഞ പോലെ NCERT, ലക്ഷ്മികാന്ത്, ഇതെല്ലാം കൂടി 100 ചാപ്റ്റർ ഉണ്ടാവും. എല്ലാം കൂടി പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100 ചാപ്റ്റർ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ഒരു 15 വർഷത്തെ അല്ലെങ്കിൽ 2011 പുതിയ പാറ്റേൺ പ്രിലിംസിന് വന്നത് മുതൽ 2026 വരെയുള്ള പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് അതിൽ നിന്നും ഇന്ത്യൻ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആക്കി ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം ഒരു 35 ചാപ്റ്ററുകളിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ബാക്കി 65 ചാപ്റ്ററും നമുക്ക് ക്വസ്റ്റ്യൻ വരാത്ത ചാപ്റ്റേഴ്സ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എല്ലാ വർഷവും മിനിമം 2 മാക്സിമം 4 ക്വസ്റ്റ്യൻസ്. ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരാത്ത വർഷമില്ല. 2011 മുതൽ 4 ക്വസ്റ്റ്യൻ, മാക്സിമം 6 ക്വസ്റ്റ്യൻ. 2012 ഈ ചാപ്റ്ററിൽ നിന്ന് 6 ക്വസ്റ്റ്യനാണ് വന്നത്. 2026 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും റിപ്പീറ്റഡായി ക്വസ്റ്റ്യൻ വരുന്നു. പ്രിയാമ്പിൾ മിക്കവാറും വർഷം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. DPSP ആൻഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് എറ ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട് 1772 മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1945 വരെയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്നാൽ ഞാൻ വേറൊരു ചാപ്റ്റർ പറയാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ, പാർട്ട് 9B ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 9B കോഓപ്പറേറ്റീവ് സൊസൈറ്റി വളരെ ലെങ്തി ആയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും 2011 മുതൽ 2026 വരെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. പക്ഷേ ഈ ചാപ്റ്റർ ലക്ഷ്മികാന്ത് ഉൾപ്പെടുത്തും. കാരണം ലക്ഷ്മികാന്തിന് ഇന്ത്യൻ പൊളിറ്റി കോംപ്രഹെൻസീവായിട്ട് ആഡ് ചെയ്യണം. അതിൽ നിന്നെങ്ങാനും ഭാവിയിൽ ഒരു ക്വസ്റ്റ്യൻ 10 കൊല്ലത്തിന് ശേഷം വന്നാലും ലക്ഷ്മികാന്തിനെ പറ്റിയുള്ള ഉണ്ടായിരുന്നു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലക്ഷ്മികാന്തിന് വേണം. പക്ഷെ നമ്മളൊരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം, ഫ്രം വിച്ച് അവർ ചാപ്റ്റേഴ്സ് repeatedly UPSC is asking the question, and those chapters we have to find out and we have to study those chapters. അപ്പൊ അത് ഞാൻ ജിയോയുടെ IAS ആണെങ്കിലും ആൻഡ് മറ്റേത് കോച്ചിങ് സെന്റർ ആണെങ്കിലും നമുക്ക് പൊതുവെ സ്വാഭാവികമായിട്ടും നമുക്ക് തരുന്നൊരു അഡ്വാൻറ്റേജ്, ഒരു കോച്ചിങ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട എന്ന് ഡിവൈഡ് ചെയ്യുന്നത്. ഈ 10-15 മണിക്കൂർ പഠിക്കുന്നവർ എന്താ ചെയ്യുന്നത്? ബ്ലൈൻഡ് ആയിട്ട് ലക്ഷ്മികാന്ത് പഠിക്കുന്നു, രമേഷ് സിംഗ് ഇന്ത്യൻ എക്കണോമി പഠിക്കുന്നു, രാജീവ് അഹിറിന്റെ മോഡേൺ ഇന്ത്യ പഠിക്കുന്നു. ഒന്നും സെലക്റ്റീവ് അല്ലാതെ കിട്ടാവുന്ന വിഷൻ IASന്റെ കറന്റ് അഫയേഴ്സ് പഠിക്കുന്നു. നമുക്ക് എന്തൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടും അതെല്ലാം പഠിക്കാണ്. that is a negative, that is a നോൺ സക്സസ്ഫുൾ സ്ട്രാറ്റജി. നിങ്ങൾ സക്സസ്ഫുൾ ആയ ആരോട് ചോദിച്ചാലും അവർ പറയും they were selective in their preparation and they were repeatedly studying, they were thoroughly studying the selected chapters from where UPSC used to ask repeatedly the questions. അതാണ് പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി. അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്. Second one, based on the previous year question, you have to make a list of chapters for each subject. That is called as your study plan. ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനും, ഫോർ എക്സാമ്പിൾ ജിയോയുടെ IAS ഞാൻ GS1 ഇന്ത്യൻ സൊസൈറ്റി അതുപോലെ അവർ അലോട്ട് ചെയ്യുന്ന മറ്റു ടോപ്പിക്കുകളൊക്കെ പഠിപ്പിക്കാനുണ്ടാവും. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ആ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളുടെ ഒരു സ്ട്രാറ്റജി, എങ്ങനെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം,
അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ബുക്കുകളും വാങ്ങാൻ കിട്ടും. ചാപ്റ്റർ വൈസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ ചാപ്റ്ററാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ആ ചാപ്റ്ററുകളിൽ നിന്നും ഏതൊക്കെ കറണ്ട് അഫയേഴ്സ് വരുന്നു, ആ കറണ്ട് അഫയേഴ്സ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം എക്സാമിൽ എന്നുള്ളൊരു അനലൈസിസ് നടത്തുമ്പോഴാണ് അവർ പ്രിപ്പറേഷൻ ബിക്കംസ് എ സക്സസ്ഫുൾ പ്രിപ്പറേഷൻ. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ടിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ നൗ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയും ചോദിക്കാം. ആൻഡ് ഐ തിങ്ക് എവരിബഡി ഈസ് ഫ്രം കേരള. ഞാൻ അത് നേരത്തെ ചോദിക്കാൻ വിട്ടുപോയി. എല്ലാവരും മലയാളികളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ അൺമ്യൂട്ട് യുവർ മൈക്ക് ആൻഡ് ഇഫ് പോസിബിൾ യു ക്യാൻ ഓപ്പൺ യുവർ ക്യാമറ ആൻഡ് ആസ്ക്. അങ്ങനെ ആകുമ്പോഴേ കറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ആണെങ്കിൽ ഓൺ ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നമുക്ക് ചാറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അവസാനിപ്പിക്കാം. സർ, എക്കണോമി ബുക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന എക്കണോമി ബുക്ക് രമേഷ് സിംഗ് ഇന്ത്യൻ എക്കണോമിയാണ്. അതിൻ്റെ കൂടെ എൻ സി ആർ ടിയുടെ 9th to 12th NCERT, അതിൽ നിന്നും സെലക്ടഡ് ചാപ്റ്റേഴ്സ്. ഡോണ്ട് സ്റ്റഡി ഓൾ ദ ചാപ്റ്റേഴ്സ്. Robin Roy Joseph. What about NCERT? NCERT is required. ആൻഡ് ജിഷ്ണു, NCERT ആവശ്യമാണ്. പക്ഷെ NCERT നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് മുഴുവൻ NCERTയും ചാപ്റ്റർ 1 to ചാപ്റ്റർ ലാസ്റ്റ് വരെ പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും സിലബസിലുള്ള ചാപ്റ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കാം. കറന്റ് അഫയേഴ്സ്, ഹൗ ടു പിക്ക് സെലക്റ്റീവ് ടോപ്പിക്. കമറുന്നിസ, കറന്റ് അഫയേഴ്സിനെ കുറിച്ച് അടുത്തൊരു ഡിസ്കഷൻ വെക്കേണ്ടത്. കാരണം ഏകദേശം കറന്റ് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഏകദേശം ഒരു ½ an hour ടോപ്പിക്കാണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ സിലബസിനെ കുറിച്ച് കമറുന്നിസ ആദ്യം ഒരു അവയർനെസ് ഉണ്ടാക്കാം. ഈ സിലബസിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും ഈ ടോപ്പിക്സ് ഒക്കെ എൻ്റെ സിലബസുമായി റിലേറ്റഡ് ആണ്. ഇനി ആ റിലേറ്റഡ് ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരെ ഒരിക്കലും ഹിന്ദുവിൽ നിങ്ങൾ വായിക്കുന്ന ന്യൂസ് ആയിരിക്കില്ല. ക്വസ്റ്റ്യൻ വരുന്നത് അതിൻ്റെ ബാക്കിലുള്ള നോളേജ് ആണ്. ആ നോളേജ് പഴയ രീതിയിൽ പറയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് ഏതെങ്കിലും AI പ്ലാറ്റ്ഫോമുകളിൽ, ക്ലൗഡിലോ അതല്ലെങ്കിൽ ഗൂഗിൾ AI സ്റ്റുഡിയോ ഉണ്ട്, ജെമിനി ഉണ്ട്, ഇത് ഏതെങ്കിലും AI ടൂൾസിൽ കൊണ്ടുപോയിട്ട് ഈ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ നിന്നും അടുത്ത വർഷത്തെ UPSC പ്രിലിംസിന് ഞാൻ എന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചാൽ അത് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് AI തരും. അത് പഠിക്കുക. AIയോട് ചോദിക്കുക, ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ AI ക്വസ്റ്റ്യൻസും പറഞ്ഞു തരും. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു വന്നത് അതേ ക്വസ്റ്റ്യൻ വന്നോളം എന്നില്ല, പക്ഷെ അതേ ക്വസ്റ്റ്യനുമായി സിമിലർ ആയ ആ ക്വസ്റ്റ്യൻ AI തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. യെസ്, എനിത്തിങ് എൽസ്? നമ്മൾ ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ വി ക്യാൻ ടേക്ക് അനദർ സെഷൻ. ഓക്കെ, ഇനി ഈ ചാറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒഴിവാക്കിയിട്ട് ഞാൻ ചാറ്റ് ക്ലോസ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് ചോദിക്കേണ്ടവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. ഡൗട്ട്സ് ഒന്നുമില്ല? കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ചോദിക്കാറുള്ള, വളരെ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ. ബട്ട് യു ഷുഡ് സ്റ്റഡി ദ കണ്ടന്റ് ഓഫ് ആർട്ടിക്കിൾ. ആർട്ടിക്കിളിലെ ആ കണ്ടന്റിനെ കുറിച്ച് ചോദ്യം വരും. ഏത് ആർട്ടിക്കിൾ എന്നുള്ളത് 1 or 2 തവണ മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. സർ, എത്തിക്സോ? മെയിൻസ് ഞാൻ ഇന്ന് ഡീൽ ചെയ്തിട്ടില്ല കമറുന്നിസ. എത്തിക്സ് ആൻഡ് ഇന്റിഗ്രിറ്റി ആൻഡ് GS4 എത്തിക്സ് ആൻഡ് ഇന്റിഗ്രിറ്റി അത് പഠിക്കാൻ പ്രധാനപ്പെട്ട ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ്, ലെക്സിക്കൺ എത്തിക്സ് ആൻഡ് ഇന്റിഗ്രിറ്റി എന്നുള്ള പുസ്തകം. അത് മാത്രം മതി, അത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക എന്നാണ് മെയിൻസിന്റെ സ്ട്രാറ്റജി. പിന്നെ സ്വാഭാവികമായിട്ടും കോച്ചിങ് സെന്ററിൽ ജിയോയിഡിലാണ്, നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് ഉണ്ടാവും. ഞാൻ ജിയോയിഡിലെ മെയിൻസിലെ എത്തിക്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ആൻഡ് എത്തിക്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലെക്സിക്കൺ എത്തിക്സ് ആൻഡ് ഇന്റിഗ്രിറ്റി. പിന്നെ കേസ് സ്റ്റഡീസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് അത് യു ഷുഡ് ലിസൺ ടു ദ ടോപ്പേഴ്സ് ആൻഡ് ഷുഡ് ടു ദ എക്സ്പെർട്ട് ഹൗ ടു ഹാൻഡിൽ എ കേസ് സ്റ്റഡി കോഴ്സ്. കാരണം എത്തിക്സിൽ 19 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 13 ക്വസ്റ്റ്യൻസും തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 6 ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് എത്തിക്കൽ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്, നിങ്ങൾ IASകാരനായി ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷൻ ഹൗ യു വിൽ ഹാൻഡിൽ. അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 6 ഉണ്ടാവും. പക്ഷെ 6 ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്ക് വീതമാണ് 6 ക്വസ്റ്റ്യനും. 120 മാർക്കിന് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. Okay, anything else?
ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, എന്നാൽ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിൽ മീറ്റ് അഗെയിൻ ഇൻ സിമിലർ സെഷൻസ് ആൻഡ് ഇൻ ഫ്യൂച്ചർ. ആൻഡ് താങ്ക് യു ഫോർ coming here and listening to me. And before leaving, can you please leave a feedback for me? How was the session today? Can you write it down? No need to speak. You can write it down in the chat option. I will stay here for some time and read your feedbacks. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് ചാറ്റിൽ എഴുതാം. അതല്ലെങ്കിൽ ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ടെൽ ആൾസോ. ഓക്കെ, റോബിൻ ലൈക്ക് ഇറ്റ്. ഓക്കെ, താങ്ക് യു. ആൻഡ് അധീന, താങ്ക് യു, വെൽക്കം. ബാക്കി എല്ലാവരും ലീവ് ചെയ്യുന്നതിന് മുമ്പ് പ്ലീസ് ഗിവ് എ ഫീഡ്ബാക്ക്. Okay, the session was awesome, Ashin, and thank you. And Pragya Rajiv, session was good, thank you. Okay, and Shilpa, prelims ഇപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. Okay, thank you. Got more information, thank you, Abhi. And got a clear vision on how to prepare for the prelims. And Kiran and Archana, for me it is a very helpful as a beginner. I'm so happy to listen to your class and prelims idea kitty. Yeah, Lakshmi, Thank you you, sir. want to speak something? Thank you, sir. Okay, welcome. Okay, and Kamarunisa നല്ല രീതിയിൽ പറഞ്ഞു തന്നു with how to solve a question by using techniques. Okay, you are most welcome. Reshma, and session was really nice. And Manish Matthew, good session, thank you, you are welcome. And Devagi, you are very informative. എങ്ങനെ പഠിക്കാമെന്ന ഐഡിയ കിട്ടി. ഓക്കെ. And Anjani KM, informative, thank you. Kiran, looking for more sessions. Well, sure, I will be there. And Anshika liked it and got more information. Thank you. Okay, then all of you welcome. Thank you for giving me the feedback, and that also good feedbacks. And thank you all. We'll meet again. Until then, bye. Good night.